ചൊല്ലലാ ഹൗല ജീവിതം എപ്പോഴും സ്ഥൈര അതിനൊരു ശക്കുമില്ലൊരിക്കലും ചിട്ട തെറ്റിപ്പോവരുതേ അലസതയാലൊഴിക്കരുതേ. പവിത്രമാക്കപ്പെട്ട ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം ഈ ദിക്ർ നീ മുറുകെ പിടിച്ചുകൊണ്ട് ചൊല്ലിക്കോണേ. നിന്റെ ജീവിത വിജയത്തിന്റെ നിദാനമാണ്. ഒരു ദിവസം പോലും അലസത വെക്കാതെ നീ ചൊല്ലിയാൽ വലിയ ഖൈറാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്, ലാ ഹൗല കൻസും മിൻ കുനൂസിൽ ജന്ന, സ്വർഗ്ഗത്തിലെ നിധിയിൽപ്പെട്ട നിധിയാണ് ലാ ഹൗല എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. തീർന്നില്ല. അൽ ഹൗഖലതു 99 ദാഅ, 99 രോഗങ്ങൾക്കുള്ള ശമനമാണ് ലാ ഹൗല ചൊല്ലലെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് തരട്ടെ. 99 രോഗങ്ങൾക്ക് ശമനമുണ്ട് ലാ ഹൗല. ഇത് പഠിച്ച് ചെല്ലണ്ടേ? അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വിശാലമായ ചരിത്രമുണ്ട്, ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല. ലാ ഹൗലയെ കുറിച്ച് ഞാൻ പറഞ്ഞ ചരിത്രം നിങ്ങൾ യൂട്യൂബിലുണ്ട്, കേൾക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ബഹുമാനപ്പെട്ട ഔഫ് ബിൻ മാലിക് അൽ അശ്ജഈ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം. അദ്ദേഹത്തിന്റെ മകനെ ശത്രുക്കൾ പിടിച്ചുകൊണ്ടുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബിയാകുന്ന ഔഫ് ബിൻ മാലിക് അൽ അശ്ജഈ റളിയല്ലാഹു അൻഹു വന്നുകൊണ്ട് പരാതി പറഞ്ഞു, നബിയെ, എന്റെ മകനെ ഇതാ ശത്രുക്കൾ പിടിച്ചുകൊണ്ടുപോയി. നാഫിയ എന്ന എന്റെ മകനെ കൊണ്ടുപോയിരിക്കുകയാണ് ശത്രുക്കൾ. എനിക്ക് അവനല്ലാതെ വേറെ മക്കളില്ല. വളരെ പ്രയാസത്തിലും നൊമ്പരത്തിലും വിഷമത്തിലുമാണ്. എന്റെ ഭാര്യയാണെങ്കിൽ വല്ലാത്ത കരച്ചിലുമാണ്. എങ്ങനെയെങ്കിലും അവനെ തിരികെ തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈ ആവലാതിപ്പെട്ടപ്പോൾ നബി പറഞ്ഞു, നീ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം ഈ ദിക്ർ മുറുകെ പിടിച്ചോ. സയ്യിദുനാ റസൂലുള്ളാഹി. ഔഫ് ബിൻ മാലിക് അൽ അശ്ജഈ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് ചെന്നു. തന്റെ ഭാര്യയെ വിളിച്ചു. കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഭാര്യയോട് പറഞ്ഞു, ഒതുവെടുത്തിട്ട് വരിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്കൊരു ദിക്ർ ഇജാസത്ത് നൽകിയിട്ടുണ്ട്, അനുവാദം നൽകിയിട്ടുണ്ട് ചൊല്ലാൻ വേണ്ടി. അത് മറ്റൊന്നുമല്ല, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ആരാധനകളിൽ നിന്ന് തെറ്റുകയുമില്ല, ഇബാദത്തുകൾക്ക് കരുത്താർജിക്കുകയുമില്ല. ഉന്നതനായ സമുന്നതനായ അല്ലാഹുവിനെ കൊണ്ടല്ലാതെ എന്ന മഹനീയമാകുന്ന അർത്ഥം